ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 13 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ജിയ റോബോട്ടായി അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞ കിമ്മിന് അപ്പോൾ തന്നെ മാറിയ അലർജി വീണ്ടും വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അതെല്ലാം കണ്ട് ജിയ ഒരുപാട് പേടിച്ചിരുന്നു. ജിയക്ക് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നും തന്നെ മനസ്സിലായിരുന്നില്ല. അന്നേരം കിമ്മിൻ്റെ ഭാഗ്യത്തിനാൽ സയൻറ്റിസ്റ്റും ലേഡി അസിസ്റ്റൻറ്റും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. സയൻറ്റിസ്റ്റ് നേരെ വന്ന് കിമ്മിൻ്റെ ബാഗിൽ നിന്ന് സിറിഞ്ച് എടുത്ത് കിമ്മിന് നേരെ വെച്ച് അത് കുത്തുന്നുണ്ട്. കിമ്മാണെങ്കിൽ വേദന കൊണ്ട് പുളയുന്നുമുണ്ട്. അതെല്ലാം കണ്ട് ജിയക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം ജിയ കാരണമല്ലേ കിമ്മിന് വീണ്ടും ഈ അസുഖം വന്നതിനാൽ അതുകൊണ്ട് ജിയ ഒരുപാട് സങ്കടത്തിലായിരുന്നു. അങ്ങനെ കിമ്മിനെ വേഗം തന്നെ ആംബുലൻസിൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടർ. അപ്പോഴത്തേക്കും കിമ്മിൻ്റെ പേഴ്സണൽ ഡോക്ടർ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവനെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്നുണ്ട്. പിറ്റേന്ന് തന്നെ സയൻറ്റിസ്റ്റിനെയും അവരുടെ അസിസ്റ്റൻസിനെയും യൂച്ചോളിൻ്റെ അച്ഛൻ വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് യൂച്ചോളിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ കിമ്മിന് നൽകിയ റോബോട്ട് അതൊരു പെണ്ണായി അഭിനയിച്ചതാണെന്നും എല്ലാം നമ്മൾക്കറിയാം. അത് എൻ്റെ പേരിൽ എഴുതി തന്നേക്ക്. ആ റോബോട്ടിനെ കിമ്മിന് കൊടുക്കരുത് ഇനി എന്നെല്ലാം യൂച്ചോളിൻ്റെ അച്ഛൻ സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്. നിങ്ങൾ അഥവാ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ കിമ്മിന് മനുഷ്യരെ തൊടുമ്പോഴുള്ള അസുഖത്തെപ്പറ്റി ഞാൻ എല്ലാവരെയും അറിയിക്കും. കിമ്മിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും എന്നെല്ലാം പറഞ്ഞ് സയൻറ്റിസ്റ്റിനെ ഭീഷണിപ്പെടുത്തി ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് യൂച്ചോളിൻ്റെ അച്ഛൻ. കിം രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് പി കിറ്റെല്ലാം ധരിച്ചു നിൽക്കുന്ന ജിയയാണ്. ജിയയെ അവൻ കണ്ടതും ജിയയെ ഒന്ന് മൈൻഡ് വരെ ചെയ്യാതെ അവിടെ നിന്ന് അവൻ പോവുകയാണ്. അതെല്ലാം ഓർത്ത് ജിയ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുമുണ്ട്. ഡോക്ടറാണെങ്കിൽ നേരെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വന്ന് പിന്നെ അവിടെ ജിയുടെ ചേട്ടനുമുണ്ടായിരുന്നു. അവരെ എല്ലാവരോടും കൂടി പറയുന്നുമുണ്ട്, ഇപ്പോൾ കിമ്മിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ കിമ്മിൻ്റെ അസുഖം വീണ്ടും വന്നിട്ടുണ്ട്. അത് ഇനി എങ്ങനെ മാറുമെന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ കിമ്മിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നറിഞ്ഞത് അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കിമ്മിൻ്റെ വീട്ടിലേക്ക് ജിയുടെ ചേട്ടൻ വരുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും കിമ്മിനോട് പറയുന്നുണ്ട്. അപ്പോൾ കിം ആ സയൻറ്റിസ്റ്റിനെയും പിന്നെ ആ റോബോട്ടായി അഭിനയിച്ച ആ പെണ്ണിനെയും എതിരെ എന്നെ വഞ്ചിച്ചു എന്നതിനുള്ള കേസ് നൽകണം എന്നെല്ലാം പറയുമ്പോൾ ജിയോയുടെ ചേട്ടൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് കഴിയില്ല, ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട കിം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ ജിയുടെ ചേട്ടൻ പറയുന്നുണ്ട്, കാരണം ആ റോബോട്ടായി അഭിനയിച്ച ജിയ എൻ്റെ അനുജത്തിയാണ് എന്നെല്ലാം ജിയുടെ ചേട്ടൻ കിമ്മിനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട കിം വളരെയധികം ഷൗട്ട് ചെയ്തുകൊണ്ട് ജിയുടെ ചേട്ടനോട് പറയുന്നുണ്ട്, എന്നാൽ നിന്നെയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും, നിൻ്റെ പേരിലും നീ എന്നെ ചതിച്ചു എന്നതിനുള്ള കേസെല്ലാം നൽകും എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ടും ജിയുടെ ചേട്ടന് എന്ത് പറയണമെന്നറിയാതെ അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കിം അവിടെ ഇരിക്കുമ്പോഴാണ് കിമ്മിൻ്റെ ഡോക്ടർ കിമ്മിനോട് പറയുന്നത്, അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അവർ അത് ചെയ്തതിൽ. പക്ഷേ ഈ സത്യമെല്ലാം അവർ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിൻ്റെ അവസ്ഥ എന്താകുമെന്ന് കരുതി ഞാനാണ് അവരോട് പറയണ്ട എന്നെല്ലാം പറഞ്ഞത്. ഇപ്പോൾ അവരെല്ലാവരും കൂടി നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നെല്ലാം ഡോക്ടർ കിമ്മിനോട് പറയുമ്പോൾ കിം ചോദിക്കുന്നുണ്ട് ഡോക്ടറോട്, ഇതെല്ലാം എപ്പോൾ മുതലാണ് ഡോക്ടറിന് മനസ്സിലായത്? എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? എന്നെ എല്ലാവരും ചതിക്കുകയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് ഒരു മറുപടിയും തിരിച്ചു പറയാൻ കഴിയാത്തത് കാരണം കിം അവിടെ കിടന്നുറങ്ങുകയാണ്. കിം പറയുന്നുണ്ട് ഡോക്ടറോട്, ഇനി രാവിലെ സംസാരിക്കാം, എനിക്ക് വളരെയധികം ക്ഷീണം തോന്നുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഡോക്ടറോട് അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് ജിയുടെ ചേട്ടൻ നേരെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, കിം നമ്മളുടെ എല്ലാവരുടെയും പേരിൽ കേസ് നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്നവർ പറയുമ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അവനെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല, അങ്ങനത്തെ തെറ്റാണ് നമ്മൾ കിമ്മിനോട് ചെയ്തത് എന്നെല്ലാം അവർ ജിയുടെ ചേട്ടനോട് പറയുന്നുണ്ട്. ജിയയാണെങ്കിൽ നേരെ കിമ്മിൻ്റെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇനി കിമ്മിന് നമ്മളോട്
നല്ല പോലെ ആവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു മിറാക്കിൾ പോലെ നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ രോഗമെല്ലാം മാറി. പക്ഷേ നീ അത് അവനെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെയും ആ അസുഖം തിരിച്ചു വന്നു. ഇനി നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, അത് നീ തന്നെ കണ്ടുപിടിക്കുക എന്നെല്ലാം ഡോക്ടർ ജിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സുന്നിൻ്റെ കോഫി ഷോപ്പിൽ കോഫിയെല്ലാം കുടിക്കാനായി വരുന്നുണ്ട്. സയൻറ്റിസ്റ്റ് സുന്നിനോട് പറയുന്നുണ്ട്, അവർ കിമ്മിന് വളരെയധികം ഇപ്പോൾ വിഷമമുണ്ട്. കിം നമ്മളോട് അവിടെ നിന്ന് ലബോറട്ടറിയൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പേരിൽ കേസും നൽകിയിട്ടുണ്ട്. അത് കേൾക്കുന്ന സുൻ കിമ്മിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അവനോട് ചെയ്തത് വലിയ തെറ്റാണ്. അപ്പോൾ ഇതൊന്നും പോരാ, അവൻ ചെയ്താൽ പോരാ എന്നെല്ലാം പറഞ്ഞ് കേൾക്കുന്ന സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റെന്നാണ്, ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു പിടിയുമില്ല എന്നെല്ലാം സയൻറ്റിസ്റ്റ് സിന്നിനോട് പറയുന്നുണ്ട്. അന്നേരം യോച്ചോളിൻ്റെ അച്ഛനാണെങ്കിൽ റേൻ്റെ അച്ഛൻ്റെ അടുത്ത് നേരെ ചെന്നുകൊണ്ട് കിമ്മിനെ പറ്റിയുള്ള എല്ലാ സത്യവും വെളിപ്പെടുത്തുന്നുണ്ട്. കിമ്മിൻ്റെ ഫോട്ടോ അടക്കം റേയുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ രോഗം കാരണം അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ കമ്പനിയിൽ നിന്ന് പുറത്തായ ഒരുത്തരെ നിങ്ങൾക്ക് മകൾക്ക് വിവാഹം കഴിക്കാൻ വേണോ, അല്ലെങ്കിൽ കമ്പനിയിലുള്ള എൻ്റെ മകനെ വേണോ എന്നെല്ലാം യുച്ചോളിൻ്റെ അച്ഛൻ പറയുമ്പോൾ റേയുടെ അച്ഛൻ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. അതേസമയം കിം ആണെങ്കിൽ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ജിയ അവന് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ജിയ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ആരും ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടമില്ല എന്നറിയാം, എന്നാലും ഞാൻ നല്ല ഹൈജീനായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, ഇതെല്ലാം കഴിച്ചു നോക്കൂ എന്നെല്ലാം ജിയ കിമ്മിനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ടുവന്ന കിം ആണെങ്കിൽ ആ ഭക്ഷണമെല്ലാം എടുത്ത് വേസ്റ്റ് ബിന്നിലിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നെല്ലാം ജിയോട് കിം പറയുന്നുണ്ട്. സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നേരെ സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായ പയ്യനെ കൂട്ടി വന്ന് പറയുന്നുണ്ട്, നിനക്ക് ആദ്യം ഒരു ജോബ് ഓഫർ വന്നിട്ടില്ലായിരുന്നു, അതാണ് ഈ സ്ഥലം. നീ എൻ്റെ കൂടെ വന്നാൽ ഒന്നും തന്നെ ആകില്ല, നീ നശിച്ചു പോവുകയുള്ളൂ. നീ ഇവിടുത്തെ ജോബിന് പോയിക്കോളൂ, ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, അവർ നിന്നെ തിരിച്ചെടുക്കും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ പൈ ആണെങ്കിൽ ഒരു വിധത്തിലും അടുക്കുന്നേ ഇല്ലായിരുന്നു. പൈ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ വളരെയധികം മോശമായിരിക്കും, ഞാൻ ഇവിടെ നിന്ന് പോകില്ല തന്നെ തീർത്ത് പറയുന്നുണ്ട് പൈ. അങ്ങനെ പൈ കേൾക്കാത്തത് കാരണം സയൻറ്റിസ്റ്റ് പയ്യനെ കൂട്ടി നേരെ ലബോറട്ടറിയിലേക്ക് പോകുന്നുണ്ട്. പെറ്റിയെന്നൊക്കെയും വന്നു നോക്കുമ്പോൾ കാണുന്നത് ജിയ അവന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചതാണ്. അതും അവൻ വേണ്ട എന്ന് പറഞ്ഞ് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതെല്ലാം കണ്ട് ജിയയോട് കിം ചോദിക്കുന്നുണ്ട്, നീ എന്നെ എങ്ങനെയൊക്കെ ചതിച്ചില്ലേ, എന്നിട്ടും ഞാൻ എന്ത് വിശ്വസിച്ചാണ് നിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്, നീ അതിൽ വല്ല വിഷവും ചേർത്താണ് എനിക്ക് തരുന്നതെങ്കിൽ എന്നെല്ലാം കിം പറയുന്നത് കേൾക്കുന്ന ജിയക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ജിയോട് കിം പറയുന്നുണ്ട്, എനിക്കിനി നീ ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊണ്ടുവരണ്ട, നീ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയാൽ ഞാൻ ഇത് തന്നെ ചെയ്യും, വേസ്റ്റ് ബിന്നിലിടുകയേ ചെയ്യുള്ളൂ എന്നെല്ലാം കിം ജിയോട് പറയുന്നുണ്ട്. എന്നിട്ട് കിം ജിയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വരുന്നത്, നീ ഒന്ന് എന്നെ തൊട്ട് നോക്ക്, എന്താണ് എനിക്കിപ്പോൾ സംഭവിക്കുക എന്ന് നോക്കാം എന്നെല്ലാം പറഞ്ഞ് കിം ജിയെ തൊടാൻ പോകുമ്പോൾ ജിയ കൈയെടുത്ത് മാറ്റുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കിം പറയുന്നുണ്ട്, ഓ ഇപ്പോൾ നിനക്കെന്നെ പേടിയാണല്ലേ, ആദ്യം റോബോട്ടായി നീ എന്നെ തൊട്ടപ്പോൾ നിനക്കൊരു പേടിയുമില്ലായിരുന്നല്ലോ, അപ്പോഴും ഇപ്പോഴേക്ക് നീ എന്നെ ചതിക്കുക തന്നെയാണ് എന്നെല്ലാം പറഞ്ഞ് കിം ഒരുപാട് അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് കിം നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൻ്റെ പുറത്തുനിന്ന് ജിയ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് വഴക്ക് പറഞ്ഞാലും ഞാൻ ഇനിയും ഇവിടേക്ക് വരും, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യും. ആദ്യമെല്ലാം ഞാൻ റോബോട്ടായി വെറുതെ അഭിനയിച്ചതായിരുന്നു, പിന്നെ നിങ്ങളോട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് തോന്നുന്നത്, അത് ഇപ്പോഴുമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ജിയ കിമ്മിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി പോകുമ്പോഴാണ് അവിടെ ഒരു കുട്ടി പന്തുമായി കളിക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ കുട്ടിയെ പോയി ഇടിക്കണ്ടല്ലോ എന്ന് കരുതി ജിയ അപ്പുറത്തേക്ക് വണ്ടി എടുക്കുമ്പോൾ അവൾ വീണു പോകുന്നുണ്ട്. ആ വീണു പോകുമ്പോൾ കിമ്മിനായി ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം ചീത്തയായി പോകുന്നുമുണ്ട്. കിം ആണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ജിയ പറഞ്ഞതാണ് ആലോചിക്കുന്നത്. ഇനി നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും ഞാൻ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞു അവൾ രാവിലെ തന്നെ എവിടെ പോയി എന്നെല്ലാം കിം ചിന്തിക്കുന്നുണ്ട്.
അങ്ങനെ കിം ജിയെ കാണാത്തത് കാരണം രാവിലെ തന്നെ ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ട് ആ ലാമ്പ് എഴുതിയ ആളുടെ ലെറ്റർ എല്ലാം വായിക്കുകയാണ്. അപ്പോഴാണ് കിമ്മിന് ഒരു സംശയം തോന്നുന്നത്. ഈ ലാമ്പ് ഉണ്ടാക്കിയതും ഇനി ജിയ തന്നെയാകുമോ എന്നെല്ലാം സംശയത്തിലാണ് കിം. അപ്പോഴാണ് ജിയ അവിടേക്ക് വരുന്നത്. എന്നിട്ട് കിമ്മിനോട് പറയുന്നുണ്ട്, രാവിലെ തന്നെ ഇങ്ങനെ ഡ്രിങ്ക്സ് എല്ലാം കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല എന്നെല്ലാം കിമ്മിനോട് ജിയ പറയുന്നുണ്ട്. എന്നിട്ട് ജിയ അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് കിം ജിയോട് ചോദിക്കുന്നത്, ആ ലാമ്പ് ഉണ്ടാക്കിയത് നീയല്ലേ? അപ്പോൾ ജിയ പറയുന്നുണ്ട്, ഇനിയൊന്നും മറച്ചു വെക്കണ്ട, അതുണ്ടാക്കിയതും ഞാൻ തന്നെയാണ് എന്നെല്ലാം ജിയ പറയുന്നത് കേൾക്കുന്ന കിം ഒരുപാട് ജിയോട് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് ജിയോട് പറയുന്നുണ്ട്, ഞാൻ എന്നും നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ എന്നെ എത്രയായി ചതിക്കുന്നത്, ഈ ലാമ്പ് ഉണ്ടാക്കിയതും നീയായിരുന്നു, ആ റോബോട്ടിൻ്റെ കഥ ഞാൻ എത്ര നിൻ്റെ അടുത്ത് പറയാനായി ശ്രമിച്ചിട്ടുണ്ട്, ആ ട്രെയിനിലെത്തിയപ്പോൾ നീ എന്നെ അറിയാത്തതുപോലെ ഇരുന്നു, ആ വെയർ ഹൗസിലും ഒരു പൊട്ടൻ്റെ പോലെ എല്ലാ കഥയും നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞു, അപ്പോഴും നീ ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ, എനിക്കെന്നെ കണ്ണു മുമ്പിൽ നിന്നെ കാണണ്ട, ഇന്നും നിന്നെ പറ്റി നീ വരാത്തത് എന്താണെന്ന് ഞാൻ അത്രയ്ക്ക് നോക്കിയിരിക്കുകയായിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ, നീ പക്ഷേ എന്നെ ചതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കിനി നിന്നെ കാണണ്ട എന്നെല്ലാം കിം അവളോട് പറയുന്നുണ്ട്. അത് കാരണം ജിയ ഒരുപാട് വിഷമിക്കുന്നുമുണ്ട്. അന്നേരം ജിയോയുടെ ചേട്ടനാണെങ്കിൽ നേരെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, യൂച്ചോളിൻ്റെ അച്ഛൻ ഒരാളെ കൊന്നിട്ടുണ്ട്, അയാളിപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കിമ്മിന് കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ഇതും ഉണ്ടാകില്ല, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി അതെല്ലാം കണ്ടുപിടിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, ഞങ്ങൾ 2 പേർ മാത്രമല്ല എൻ്റെയുള്ള എല്ലാ ടീമും ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് ജിയോയുടെ ചേട്ടന് ഉറപ്പ് നൽകുന്നുമുണ്ട്. കിമ്മിൻ്റെ അടുത്തേക്ക് നേരെ സുൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വിഷമിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമല്ലേ ഇപ്പോൾ നടക്കാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നോ ആ റോബോട്ട് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അതല്ലേ ഇപ്പോൾ നടക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, അതിനെ എല്ലാം മറികടക്കാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞ് കിമ്മിന് ഒരു ക്ലാസ് എല്ലാം കൊടുത്തിട്ടാണ് സുൻ അവിടെ നിന്ന് പോകുന്നത്. സുൻ കിമ്മിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലാമ്പ് എടുത്തു കൊണ്ടുവന്ന് ജിയോയുടെ വീട്ടിൽ വെക്കുന്നുണ്ട്. പക്ഷെ ജിയ അവിടെ ഇല്ലായിരുന്നു. സുൻ പറഞ്ഞ പ്രകാരം കിം ആണെങ്കിൽ സയൻറ്റിസ്റ്റും എല്ലാവരും അവിടെ ഉണ്ടാകുമെന്ന് കരുതി അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കിം വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇവിടേക്ക് ഇപ്പോൾ വരുന്നത്, അവരെല്ലാവരും എന്നെ ചതിച്ചതില്ലേ എന്നെല്ലാം ആലോചിച്ച് കിം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കിം അവിടെ നിന്ന് പോകുന്നത് കാണുന്ന സയൻറ്റിസ്റ്റിൻ്റെ 2 അസിസ്റ്റൻറ്റ് അവൻ്റെ പുറകെ ഓടുന്നുണ്ട്. അതെല്ലാം കിം കണ്ട ഉടൻ കിം അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഓടിപ്പോകുന്നുമുണ്ട്. അപ്പോഴാണ് ആ 2 അസിസ്റ്റൻറ്റ് അവൻ്റെ പുറകെ വന്ന് അവിടെ വെകുന്നത്. അതെല്ലാം കണ്ട് കിമ്മിന് വണ്ടി നിർത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അവൻ നിർത്താതെ പോകുന്നുണ്ട്. ആ വീണ സയൻറ്റിസ്റ്റ് എണീച്ച് വീണ്ടും കിം എന്ന് വിളിച്ച് അവൻ്റെ പുറകെ വരിക തന്നെയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ കിം അവിടെ നിന്ന് പോകുന്നുമുണ്ട്. കിം അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു സ്ഥലത്തേക്കായിരുന്നു, ഒരു ഗാർഡനിൽ. അവിടെ വെച്ച് അവൻ ഒരുപാട് ജിയെ കാണണമെന്ന് ആഗ്രഹത്തോടെയായിരുന്നു അവിടെ ഇരിക്കുന്നത്. പക്ഷെ കിം പോലും പ്രതീക്ഷിക്കാതെ കിം അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ജിയ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ജിയും കിമ്മും കണ്ണും നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 13 എപ്പിസോഡ് ഇവിടെ തീരുന്നത്.